ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കൃഷ്ണാസ് ഫ്യൂഷൻ ആൻഡ് ഫീസ്റ്റ്. ഇന്നത്തെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ ആണ്. കൊച്ചിക്കാരുടെ സ്പെഷ്യലായിട്ടുള്ള ഞണ്ടും കൂർക്കയും. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം റെസിപ്പി. അതിന് വേണ്ടിയിട്ട് ഞാനെടുത്തേക്കുന്നത് 1 കിലോളം കായൽ ഞണ്ടാണ്. നമ്മുടെ കടലിലെ ഞണ്ടിനേക്കാളും ടേസ്റ്റുള്ള ഞണ്ടാണ് നമ്മുടെ കായൽ ഞണ്ട്. ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീൻ ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള മീറ്റൊക്കെ ഒന്ന് നഷ്ടപ്പെടാതെ ക്ലീൻ ചെയ്യാനായിട്ട് നോക്കണം. അതിന് ശേഷം നമ്മളിതിനകത്തേക്ക് വേണ്ട ഇഞ്ചിയും പച്ചമുളകൊക്കെ ചതച്ചിടാം. അപ്പോൾ പച്ചമുളക് 4 വലിയ പച്ചമുളകും ഒരു മീഡിയം സൈസ് ഇഞ്ചിയുമാണ് ഇതിനകത്തേക്ക് ഇട്ടേക്കുന്നത്. അപ്പോൾ എപ്പോഴും ഞണ്ട് കുക്ക് ചെയ്യുമ്പോൾ ഞണ്ടിന് അത്യാവശ്യം വേവുണ്ട്. ഇത് പെട്ടെന്ന് ചട്ടിയുടെ അടിയിലൊക്കെ പിടിക്കാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടുതലാണ്. ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ടതും ചെക്ക് ചെയ്യേണ്ടതും ആവശ്യമുണ്ട്. പിന്നെ അത് 1/2 ടീസ്പൂണോളം ഉപ്പ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ. ഇത് ഞണ്ട് അടിക്ക് പിടിക്കാതിരിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. എൻ്റെ വീട്ടിലൊക്കെ പണ്ട് മുതൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് ഞണ്ട് വേവിക്കാൻ വെക്കുമ്പോൾ ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിക്കണത്. പിന്നെ 2 കപ്പോളം വെള്ളം, കുറച്ച് വേപ്പിലയും ഇട്ടിട്ട് 2 കപ്പോളം വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് അടച്ച് വേവിച്ചെടുക്കാം. ഇത് വേവിക്കാൻ വെച്ച ടൈമിൽ നമുക്ക് വേണ്ട കൂർക്ക നന്നാക്കി എടുക്കുക. അപ്പോൾ 1 കിലോ ഞണ്ടിലേക്ക് ഒരു 1/2 കിലോ കൂർക്ക ക്ലീൻ ചെയ്ത് നന്നാക്കിയതാണ് എടുത്തേക്കണത്. ഇപ്പോൾ ഞണ്ട് തിളച്ച് ഫസ്റ്റ് തന്നെ ഒരു തള വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് ഈ കൂർക്ക ഇളക്കിയിട്ട് അടിക്കൊന്നും പിടിച്ചിട്ടില്ലെന്ന് നോക്കിയിട്ട് ശേഷം നമുക്ക് കൂർക്ക ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. ഈ ഞണ്ടിൻ്റെ ഈ വെള്ളത്തിൽ കിടന്ന കൂർക്ക് ഇങ്ങനെ വെന്ത് വരുമ്പോൾ ആ കൂർക്ക് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. വെള്ളം കംപ്ലീറ്റ് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളം ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചേർക്കാം. ഇനി ഇതിനകത്തേക്ക് വേണ്ട തേങ്ങ വറുത്തിടാൻ വേണ്ട ആവശ്യങ്ങൾ, വറുത്തരച്ച് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുക്കാം. ഒരു 1/2 കപ്പ് തേങ്ങ, 2-3 വേപ്പില, കുറച്ച് പെരിഞ്ചീരകം, 1 ടീസ്പൂണോളം പെരിഞ്ചീരകം, 2 കറുകപ്പട്ട പീസ്, 1 ഏലക്കായ കൂടി മസാലയായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 പിരിയമുളക്, നല്ല എരിവുള്ള ഉണക്കമുളക്, പിന്നെ കുറച്ച് കുരുമുളക്, 2 ടേബിൾ സ്പൂണോളം കുരുമുളക്, മല്ലി അങ്ങനെ തന്നെയുള്ള മല്ലി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി, 3-4 ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, 2 ടീസ്പൂൺ മുളക് പൊടി. ഇതൊക്കെയാണ് ഇതിനകത്തേക്ക് വറുത്തരച്ച് ചേർക്കാനായിട്ടുള്ള തേങ്ങയിൽ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ്. അതിനുശേഷം നമ്മൾ ഒരു പാൻ വെച്ച ശേഷം ഇത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ നോക്കേണ്ടത്. ഈ ഒരു പരുവമൊക്കെ ആകുമ്പോഴേക്കും നമുക്കിത് സ്റ്റോപ്പ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് അരച്ചെടുക്കാം. ഒരു പ്രത്യേക മണം വരും ഇതുപോലെ ഈ തേങ്ങ ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത്. അതിനുശേഷം തണുത്ത് കഴിയുമ്പോൾ മിക്സിയിലിട്ട് അടിച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് അടിച്ചെടുക്കുക ഈ ഒരു പരുവത്തിൽ. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കണം ഞണ്ടിലേക്ക് കൂർക്കയിലേക്കും ഇത് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പൊക്കെ കുറവാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ തള വന്ന ടൈമിൽ നമുക്ക് ഇതിനകത്തേക്ക് കടുക് വറുത്തിടാം. കടുക് വറുക്കാൻ പാൻ വെച്ച ശേഷം ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ, അതിനകത്തേക്ക് കടുക്, ഉള്ളി, വേപ്പില, വറ്റൽമുളക്, ഒരു 2-3 അല്ലി വെളുത്തുള്ളി കൂടി വറുത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഞണ്ടിനേക്കാളും ടേസ്റ്റ് ഇതിനകത്തുള്ള കൂർക്ക കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.